ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പകൽ 11 മണി മുതൽ 3 മണി വരെ പുറം ജോലികൾ ഒഴിവാക്കാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം. കനത്ത ചൂടിന് ആശ്വാസമായി കോഴിക്കോട് വേനൽ മഴ. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ DMOമാരുടെ യോഗം വിളിച്ച ആരോഗ്യവകുപ്പ്. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ സർപ്പ ടീം നടത്തിയ പരിശോധനയിൽ പാമ്പുകളെ കണ്ടെത്താനായില്ല. ചിറയൻകീഴിലെ 8 വയസ്സുകാരന്റെ മരണത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. 73 പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. ജ്ഞാനേഷ് കുമാറിനെതിരെ 9 ഗുരുതരമായ കുറ്റങ്ങൾ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. രാജ്യസഭാംഗം രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള എംപിമാർ BJPയിൽ ചേർന്നു. അഴിമതിക്കെതിരെ പോരാടുമെന്ന് വാഗ്ദാനം നൽകിയ AAP സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നുപോയെന്ന് രാഘവ് ചദ്ദ. BJPയുടെ ചതിയെന്ന് അരവിന്ദ് കെജ്രിവാൾ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഉചിതമായ തീരുമാനം 4-ാം തീയതി എടുക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. കേരളം പ്രതീക്ഷിക്കുന്ന തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാകുമെന്നും തങ്ങൾ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ 1 മരണം കൂടി. മരിച്ചത് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കരാറുകാരൻ മുണ്ടത്തിക്കോട് സതീശൻ. ദുരന്തത്തിൽ മരണം 15ആയി. അപകടത്തിൽപ്പെട്ടത് 38 പേരെന്ന് മന്ത്രി VN വാസവൻ. തൃശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കരുതെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഹർജി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കാൻ മാറ്റി. കടുത്ത ചൂടിൽ ആനയെ എഴുന്നള്ളിക്കുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുമുള്ള രാജിസന്നദ്ധ പിൻവലിച്ച B ഉണ്ണികൃഷ്ണൻ. അംഗങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് രാജി പിൻവലിച്ചതെന്ന് വിശദീകരണം. രാജിവെക്കാൻ തയ്യാറായത് വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടെന്നും B ഉണ്ണികൃഷ്ണൻ. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കത്തിൽ അടിമുടി ദുരൂഹത. പ്രതികളെ സംരക്ഷിക്കാൻ അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസിൽ നാളിതുവരെയായും പ്രതികളെ കണ്ടെത്താനോ പിടികൂടാനോ കഴിയാതെ അന്വേഷണ സംഘം. അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറത്തൽ അതീവ ഗൗരവതരമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ. പമ്പ പോലീസ് കേസെടുത്തു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദിശ മാറി സഞ്ചരിച്ചതാണെന്ന് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. IPLൽ ഇന്ന് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടം. പോയിന്റ് പട്ടികയിൽ ബംഗളൂരു 3-ാം സ്ഥാനത്തും ഗുജറാത്ത് 7-ാം സ്ഥാനത്തും. മത്സരം രാത്രി 7:30 മുതൽ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.